പത്തനംതിട്ട സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗോവിന്ദൻ നവ്യയ്ക്ക് കൊടുത്തുവിട്ട മാങ്ങയുമായിട്ട് അനന്തപുരിയിലേക്ക് വരുന്നുണ്ട് കേട്ടോ. പക്ഷെ അവിടെ വെച്ചിട്ട് നന്ദുവിനെ അപമാനിച്ചു വിടുന്ന രീതിയിലൊക്കെയാണ് നവ്യ സംസാരിക്കുന്നത്. എനിക്കിപ്പോ ഇങ്ങനെ ഇഷ്ടങ്ങളൊന്നുമില്ല എന്നും പിന്നെ ഒരു പച്ചമാങ്ങ മേടിക്കാനുള്ള കാര്യം നിങ്ങൾ ഇവിടെ കൊണ്ടുതരേണ്ട കാര്യമൊന്നുമില്ല, എൻ്റെ ഭർത്താവിന് അതിനുള്ള കഴിവൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നന്ദുവിനെ ഭയങ്കരമായിട്ട് ആക്ഷേപിക്കുന്ന രീതിയിലാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ നന്ദു പോയി കഴിഞ്ഞ ശേഷം നയന പറയുന്നുണ്ട് നവ്യയുടെ അടുത്ത്, ചേച്ചി ഒരിക്കലും നന്ദുവിനെ അപമാനിച്ചു വിട്ടത് ഒരിക്കലും ശരിയായില്ല എന്നും അതൊരിക്കലും ഇവിടുത്തെ വീട്ടുകാർക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അച്ഛൻ അത്രയും സ്നേഹത്തോട് കൂടിയിട്ടാണ് അത് ചേച്ചിക്ക് വേണ്ടിയിട്ട് കൊടുത്തു വിട്ടത്. എന്നിട്ട് ചേച്ചി ഇങ്ങനെ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. അത് മാത്രമല്ല, ഇനിയും ചേച്ചിയുടെ വയറ്റിൽ കുഞ്ഞില്ല എന്നുള്ള സത്യം ഇവിടെ മറച്ചു വെക്കുന്നത് വലിയ ചതി തന്നെയാണ്. നമ്മുടെ വീട്ടുകാരും കുഞ്ഞുണ്ടെന്ന് കരുതിയിട്ട് അവർ ആ രീതിയിൽ മുന്നോട്ട് പോകും. അത് ചേച്ചി തെറ്റാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നീ എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട, എനിക്കറിയാം എന്താ ഇനി ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ചിട്ടാണ് നയനക്കരികിൽ നിന്ന് നവ്യ പോകുന്നത്. അത് കഴിഞ്ഞ് മുത്തശ്ശന്റെ വകയുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് മൂർത്തിയും അതുപോലെ തന്നെ നവ്യയെ ഉപദേശിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഒരു അച്ഛന്റെ വലിയ ആഗ്രഹമായിരിക്കും കുഞ്ഞുങ്ങളെ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അച്ഛനായ ഗോവിന്ദൻ നിനക്ക് പച്ചമാങ്ങ ഈ സമയത്ത് ഇഷ്ടമാകൂ എന്ന് കരുതിയിട്ട് കൊടുത്തു വിട്ടത്. എന്നിട്ട് അത് തിരിച്ചയച്ചത് ഒട്ടും ശരിയായില്ല എന്ന് പറഞ്ഞ് ശകാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നവ്യാണെന്നുണ്ടെങ്കിൽ മുത്തശ്ശന്റെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ചെയ്തതിനെല്ലാം മാപ്പ് പറയുകയും മുത്തശ്ശന്റെ കാല് തൊട്ടിട്ട് മാപ്പ് പറയുന്ന രീതിയിലൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ. പക്ഷെ മുത്തശ്ശനാണെന്നുണ്ടെങ്കിൽ നവ്യയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ എൻ്റെ അടുത്തല്ല, എൻ്റെ കാലല്ല പിടിക്കേണ്ടിരുന്നത്, നിന്റെ അച്ഛൻ്റെ കാലാണ്. ആ മനസ്സ് എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യം നിനക്ക് അപ്പം മനസ്സിലാവുന്ന കൂടി പറയുകയാണേ. ചേച്ചിയാണെന്നുണ്ടെങ്കിൽ നവ്യ ഇതുവരെ ഡോക്ടറെ കാണിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് ഡോക്ടറെ കാണിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഫസ്റ്റ് ട്രൈമിനിസ്റ്ററിന്റെ സ്കാനിങ്ങിന്റെ സമയമൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡോക്ടറെ അടുത്ത് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറയാം. ഇവിടെ വെച്ചിട്ട് ചെക്കപ്പ് നടത്തുന്നതായിരിക്കും നല്ലതെന്നൊക്കെ പറയണേ. ഇത് കേൾക്കുമ്പോൾ നവ്യയ്ക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് മൂർത്തി പറഞ്ഞത് പ്രകാരം തന്നെ ഒരു ഡോക്ടർ നവ്യയെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരികയാണ്. അവിടെ വെച്ചിട്ട് നവ്യ ഗർഭിണിയല്ല എന്നുള്ള സത്യം എല്ലാവർക്കും മുമ്പിലും തുറന്നടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഡോക്ടർ പോയി കഴിഞ്ഞതിന് ശേഷം നയനയെയും നവ്യയും എല്ലാവരും നിൽക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് മുത്തശ്ശൻ ചോദിക്കുന്നത്, എന്തിനാ നീ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞിട്ട് ഈ കല്യാണം നടത്തിയത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് കേട്ടോ. എനിക്ക് മറ്റൊരു വഴിയില്ലായിരുന്നു എന്നും എൻ്റെ അടുത്ത് നയനയാണ് പറഞ്ഞത്, ഇങ്ങനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നിനക്ക് അഭിയെ കിട്ടുമെന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നവ്യ കള്ളം പറയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ നയനയ്ക്ക് ദേഷ്യം വരികയും അങ്ങനൊരു സംഭവം മുത്തശ്ശ എനിക്ക് അറിയത്ത പോലും ഇല്ലായിരുന്നു. പക്ഷേ നവ്യ ഗർഭിണിയാണെന്നുള്ള സത്യം നയന കല്യാണത്തിന് മുമ്പേ അറിഞ്ഞതായിട്ടുള്ള കാര്യം മുത്തശ്ശൻ്റെ അടുത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അവസാന നിമിഷം മറ്റൊരു വഴിയില്ലാത്തത് കൊണ്ടാണ് ഞാനും മറച്ചു വെച്ചതെന്ന് നയനയും പറയാണ്. പക്ഷെ നയനയോട് മുത്തശ്ശന് ചെറിയൊരു നീരസൊക്കെ തോന്നുന്നുണ്ടെങ്കിലും നവ്യയാണ് ഫുൾ കള്ളത്തരം ഒപ്പിച്ചതെന്നുള്ള കാര്യം മനസ്സിലാക്കുകയും അത് കഴിഞ്ഞ് നവ്യ കാല് പിടിക്കുന്ന രീതിയിൽ മുത്തശ്ശൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ തെറ്റുകളൊന്നും ആവർത്തിക്കില്ല, എൻ്റെ ബുദ്ധിമോശം കൊണ്ടാണ് സംഭവിച്ചതെന്നും എനിക്ക് അഭിയെ തന്നെ വേണം, അതുകൊണ്ടായിരുന്നു ഞാനിങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ നവ്യയെ കാല് തട്ടി മാറ്റിക്കൊണ്ട് ഇനി നവ്യയുടെ സ്ഥാനം ഈ പടിക്ക് പുറത്തായിരിക്കുന്നും കൂടി മുത്തശ്ശൻ പറയാണ്. കൂടെ അഭിക്ക് ഇവിടുന്ന് ഇറങ്ങാമെന്നും കൂടി പറയുന്നുണ്ട് കേട്ടോ. ആ രംഗങ്ങളൊക്കെയാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ കാണാൻ വേണ്ടി സാധിക്കുക. മറ്റൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.